നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇനി കുട്ടികൾ പണം കയ്യിൽ കരുതേണ്ട, മാതാപിതാക്കളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് ഇടപാട് നടത്താം. പുതിയ മാറ്റവുമായി പോക്കറ്റ് മണി. പഠിക്കുന്ന കുട്ടികൾക്ക് ചെലവിനായി മാതാപിതാക്കൾ പോക്കറ്റ് മണി കൊടുക്കുന്നത് പതിവാണ്. ഇത്തരം ചെലവുകൾ UPI വഴി സുഗമമായി നിർവഹിക്കാൻ സഹായിക്കുന്ന ഫീച്ചർ മാസങ്ങൾക്ക് മുൻപാണ് റിസർവ് ബാങ്കിന്റെ കീഴിലുള്ള നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ അവതരിപ്പിച്ചത്. UPI സർക്കിൾ എന്ന പേരിലാണ് ഈ ഫീച്ചർ കൊണ്ടുവന്നത്. UPI സേവനം നൽകുന്ന പ്ലാറ്റ്ഫോമായ ഗൂഗിൾ പേയിലും ഈ ഫീച്ചർ ലഭ്യമാണ്. നിലവിൽ പോക്കറ്റ് മണി എന്ന പേരിലുള്ള ഫീച്ചർ സുഗമമായി ഉപയോഗിക്കുന്നതിന് ചില പരിഷ്കരണങ്ങൾ വരുത്തിയിരിക്കുകയാണ് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പോക്കറ്റ് മണി കാണാൻ കഴിയുന്ന തരത്തിലാണ് ഫീച്ചർ അവതരിപ്പിച്ചത്. എന്നാൽ ഇത് വ്യാജമാണെന്ന തരത്തിൽ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ വീഴരുതെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും UPI പണമിടപാടുകൾ നടത്താൻ സഹായിക്കുന്നതാണ് പോക്കറ്റ് മണി ഫീച്ചർ. ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന നിലവിലെ ഉപയോക്താവ് പ്രൈമറി യൂസർ ആയിരിക്കും. ഇവർക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങളെയോ സുഹൃത്തുക്കളെയോ ജീവനക്കാരെയോ സെക്കൻഡറി യൂസറായി ചേർക്കാൻ സാധിക്കും. പ്രൈമറി ഉപയോക്താവിന്റെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെ സെക്കൻഡറി ഉപയോക്താക്കൾക്ക് പണമിടപാടുകൾ നടത്താൻ ഇതിലൂടെ സാധിക്കും. കുട്ടികൾക്ക് പോക്കറ്റ് മണി നൽകുന്നതിനും ആശ്രയതരെ സഹായിക്കുന്നതിനും ഇത് ഏറെ ഉപകാരപ്രദമാണ്. 2 തരം നിയന്ത്രണങ്ങൾ. ഫുൾ ഡെലിഗേഷൻ. ഇതിലൂടെ മാസം 15,000 രൂപ വരെ പരിധി നിശ്ചയിക്കാം. ഈ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സെക്കൻഡറി യൂസർക്ക് പ്രൈമറി യൂസറുടെ അനുവാദം കൂടാതെ തന്നെ നേരിട്ട് ഇടപാട് നടത്താം. പാർഷ്യൽ ഡെലിഗേഷൻ. ഇതിൽ സെക്കൻഡറി യൂസർ നടത്തുന്ന ഓരോ ഇടപാടിനും പ്രൈമറി യൂസറുടെ അംഗീകാരം ആവശ്യമാണ്. UPI സർക്കിളിൽ എങ്ങനെയാണ് പോക്കറ്റ് മണി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. പ്രൈമറി യൂസർക്ക് ഗൂഗിൾ പേയിൽ സജീവമായ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. പരമാവധി 5 സെക്കൻഡറി ഉപയോക്താക്കളെ വരെ ചേർക്കാൻ സാധിക്കും. സെക്കൻഡറി യൂസറിന്റെ നമ്പർ പ്രൈമറി യൂസറിന്റെ ഫോൺ കോണ്ടാക്റ്റിൽ ഉണ്ടായിരിക്കണം. സെക്കൻഡറി യൂസർ ഗൂഗിൾ പേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം. സെക്കൻഡറി യൂസർക്ക് ഒരു UPI ID അല്ലെങ്കിൽ UPI സർക്കിൾ QR കോഡ് ഉണ്ടായിരിക്കണം. ഗൂഗിൾ പേ ആപ്പ് തുറക്കുമ്പോൾ തന്നെ ഈ സെക്ഷൻ കാണാൻ സാധിക്കും. സെക്കൻഡറി യൂസറുടെ പേരോ ഫോൺ നമ്പറോ തിരഞ്ഞെടുക്കുക. സെക്കൻഡറി യൂസറുടെ QR കോഡ് സ്കാൻ ചെയ്ത ശേഷം അപ്രൂവൽ സ്കാനിംഗ് ക്രമീകരിക്കുക. ഇതിൽ അപ്രൂവ് എവരി പേയ്മെന്റ് അല്ലെങ്കിൽ സെറ്റ് എ മന്ത്ലി ലിമിറ്റ് എന്നിവയിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. പ്രതിമാസ പരിധിയാണ് തിരഞ്ഞെടുക്കുന്നതിൽ തുക രേഖപ്പെടുത്തുക. സെക്കൻഡറി യൂസറുമായുള്ള ബന്ധം, ഗവൺമെന്റ് ID നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകുക. ലിങ്ക് ചെയ്യേണ്ട ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുത്ത ശേഷം ഇൻവൈറ്റ് നൽകുക. ഇൻവിറ്റേഷൻ അയക്കുന്നതിനായി UPI പിൻ നൽകേണ്ടതുണ്ട്. വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്. സത്യം, ചരിത്രം, വർത്തമാനം.